സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും LDF-നും എത്ര സീറ്റ് വീതം ലഭിക്കുമെന്നുള്ളതാണ് സാറിന്റെ ഒരു പ്രവചനം? ഞാൻ ജില്ലാതലത്തിലും കൂടി പറയാം. ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ UDF-ന് ഏറ്റവും കുറഞ്ഞ് കിട്ടാൻ പോകുന്നത് 78 സീറ്റാണ്. LDF-ന് ഏറ്റവും കുറഞ്ഞ് സാധ്യതയുള്ളത് 61. ഒരു സീറ്റ് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ചെറിയ, ഇപ്പോൾ ഇനി 2-3 ദിവസം ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള അടിയൊഴുക്കുകളുടെ കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആൻറ്റി ഇൻകുബൻസി ഉണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഇലക്ഷൻ പ്രചരണം നടത്തുന്നു, അതിനുവേണ്ടി കിഫ്ബിയെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ജനം, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് സോഷ്യൽ മീഡിയ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത. ആന്റി ഇൻക്യുമൻസി ഉണ്ടായിട്ടും 78 സീറ്റേ ഉള്ളൂ. 78 മിനിമം ആണ്. ദാറ്റ് മേ ബി എക്സ്റ്റെൻഡ് അപ് ടു 98. 20 സീറ്റിൽ ഇപ്പോൾ അതിൻ്റെ ഒരു എക്സിറ്റ് പോളിൽ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ കാസർഗോഡ് ജില്ലയിൽ UDF-ന് 2 സീറ്റ് ഉറപ്പാണ്. കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റ് UDF-ന് കിട്ടും, 6 സീറ്റ് LDF-ന് കിട്ടും. അവിടെ 11 സീറ്റാണ് ആകെയുള്ളത്. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ 7 സീറ്റ് LDF-ന് കിട്ടും, 6 സീറ്റ് UDF-ന് കിട്ടും. വയനാട്ടിലേക്കാണെങ്കിൽ 3 സീറ്റ് UDF-ന് തന്നെ കിട്ടും. പാലക്കാട്ടേക്ക് 5 സീറ്റ് UDF-ന് കിട്ടുള്ളൂ, 7 സീറ്റ് LDF-ന് പോകും. അവിടെ ഒരു ടൈറ്റ് മത്സരം ഉണ്ടായിരുന്ന പാലക്കാട്, അത് രമേശ് പിഷാരടിക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ പാലക്കാട് 5 സീറ്റ് UDF-ന് വരും. മലപ്പുറത്താണെങ്കിൽ ആകെ 16 സീറ്റാണുള്ളത്. 16 UDF-ന് കിട്ടാൻ ചാൻസ്. 13 ഉറപ്പായിട്ട് UDF-ന് കിട്ടും. 3 13 ആ 3 സീറ്റ് LDF-ലേക്ക് പോകാനാണ് സാധ്യത. അതിൽ ഒരെണ്ണം ടൈറ്റാണ്, അത് ചിലപ്പോൾ തിരിച്ചിപ്പുറത്തേക്ക് പോരാം. അത് ഏതാണ് മണ്ഡലം? ആ മണ്ഡലം ഇപ്പോൾ പൊന്നാനി ഉൾപ്പെടെയുള്ള ആ 3 എണ്ണം. തവനൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെയല്ലേ നമ്മുടെ VS ജോയി അവിടെ ജലീലിനെ കവർ ചെയ്യും അല്ലേ? ജലീലല്ലേ ജലീലിനെ കവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3 എണ്ണത്തിന് മാർജിൻ നമുക്ക് കൊടുക്കാം. ഇപ്പുറത്ത് 13 സീറ്റ് ഉറപ്പായിട്ടും UDF-നുണ്ട്. പിന്നെ തൃശ്ശൂരാണെങ്കിൽ 4 സീറ്റേ UDF-ന് പ്രതീക്ഷിക്കുന്നത്. കൂടാ ആ ട്രെൻഡ്, UDF ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് LDF-ന് 9 പ്രതീക്ഷിക്കുന്നുണ്ട്. ആ 9 കുറയാം, 9-4 വരെ ആകാം. പക്ഷെ ഇപ്പോൾ ഞാനെടുത്ത 78 എന്ന് പറഞ്ഞ മിനിമം നമ്പറിൽ വരുമ്പോൾ തൃശ്ശൂർ 4 സീറ്റേ UDF കണക്ക് കൂട്ടിയിട്ടുള്ളൂ. ഇനി എറണാകുളത്തേക്ക് എടുക്കാം, ആകെ 14 സീറ്റാണ്. കളമശ്ശേരിയും വൈപ്പിനും ചെറിയ മാർജിനിൽ LDF-ൽ നിൽക്കുകയാണ്. അങ്ങനെ 12 സീറ്റ് കോതമംഗലവും മൂവാറ്റുപുഴയും പെരുമ്പാവൂരും ഒക്കെ ഉൾപ്പെടെ UDF-ലേക്കാണ് ചായ നിൽക്കുന്നത്. ഇടുക്കിയിൽ 5 സീറ്റ്, അതിൽ വേറെ റോഷി അഗസ്റ്റിൻ്റെ കാര്യം ടഫാണ്. 5 സീറ്റ്. തൊടുപുഴയാണെങ്കിൽ പഴയ PJ ജോസഫ് മിനിസ്റ്ററുടെ മകൻ. അങ്ങനെ അവിടെയൊക്കെ UDF-ന് അനുകൂലമാണ്. കോട്ടയത്ത് ആകെ 9 സീറ്റാണുള്ളത്. 5 സീറ്റ് അവിടെ UDF-ന് കിട്ടും, 4 സീറ്റ് LDF-ന് കിട്ടും. ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഏറ്റുമാനൂര് ഇപ്പോഴത്തെ ഒരു കണക്കിൽ UDF-ന് അനുകൂലമാണ്. അവിടെ മിനിസ്റ്റർക്ക് നല്ല ശക്തമായ എതിരുണ്ട്. ആ എതിരെ ഒരു അടിയൊഴുക്ക് ഉണ്ടെങ്കിൽ മാറാം. പക്ഷെ ഇപ്പോഴത്തെ സാധ്യത, പ്രത്യേകിച്ച് ശബരിമലയുടെ ഈ അടുത്ത 2-3 ദിവസം കൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗ്രാസ് റൂട്ടിൽ എങ്ങനെ എത്തുന്നു, മറ്റ് വിഷയങ്ങൾ എങ്ങനെ എത്തുന്നു, അതെല്ലാം അതിനെ ആശ്രയിക്കും. എങ്കിൽ പോലും അവിടെ 5 സീറ്റ് ആ ജില്ലയിൽ UDF-ന് അനുകൂലമാണ്. ആലപ്പുഴയിലാണ് ആകെ 9 സീറ്റാണുള്ളത്. അതിൽ 5 സീറ്റ് സുധാകരൻ ഉൾപ്പെടെ UDF-നായി വരും. ലഭിക്കാൻ സാധ്യത. അതേപോലെ പത്തനംതിട്ടയിൽ ആകെ 5 സീറ്റാണ്, 3 ആറന്മുള ഉൾപ്പെടെ 3 സീറ്റ് UDF-ന് കിട്ടും. ഒരെണ്ണത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റാണ്, ഒരെണ്ണത്തിൽ LDF-ന് നേരെ കിട്ടും. ടൈറ്റ് ഫൈറ്റ്. റാന്നി ഒരു
LDF-ന് ആണ് സാധ്യത കാണുന്നത്, അടിയൊഴുക്കുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ. അതാണ്. ബാക്കിയൊക്കെ 3 സീറ്റ് ഉറപ്പാണ്, മറ്റേ സീറ്റ് പ്രതീക്ഷിക്കുന്നു. അത് ഇപ്പോൾ LDF-ലാണ് കൂട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ടോട്ടൽ 61 പറഞ്ഞത്. കൊല്ലത്തെ സംബന്ധിച്ചോളം 6 സീറ്റ് UDF-നുണ്ട്, LDF-ന് 5. ട്രിവാൻഡ്രത്ത് UDF-ന് 4 സീറ്റേ കൂട്ടിയിട്ടുള്ളൂ. ആ ട്രെൻഡ് നോക്കിയിട്ട് CP ജോൺ ജയിക്കും, വട്ടിയൂർക്കാവില് മുരളീധരൻ ജയിക്കും, അങ്ങനെ കോവളത്ത് വിൻസെന്റ് ജയിക്കും. പിന്നെ അതുകൂടാതെ 2 സീറ്റ് ഒരു ടൈറ്റിൽ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അത്? ശിവകുമാറിന്റെ സീറ്റ് അരുവിക്കരയോ? അരുവിക്കരയില് ലാസ്റ്റ് ട്രെൻഡ് അത് ഒരു പ്രവർത്തന മികവ് കൊണ്ട് മുന്നോട്ട് വരാനൊക്കെ സ്റ്റീഫനെ പരാജയപ്പെടുത്താൻ കഴിയും, ചിലപ്പോൾ സാധിച്ചെന്ന് വരും. ഇപ്പോഴത്തെ ഒരു അടിയൊഴുക്ക്, പ്രത്യേകിച്ച് ഒരുപാട് ഘടകമുള്ളതുകൊണ്ട് അതുകൊണ്ട് 4 സീറ്റ് ആകെ കൊടുത്തിട്ടുള്ളൂ. 10 സീറ്റും LDF-നായിട്ടായിരുന്നു. ആ മാർജിൻ അവിടെ സെറ്റ് ചെയ്തോളൂ. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് UDF-ന് കിട്ടാൻ പോകുന്ന സീറ്റ് 78 ആണ്, LDF-ന് 61. ആ 78 എന്നുള്ളത് 20 സീറ്റ് വരെയും വ്യത്യാസം വരാനുള്ള അടിയൊഴുക്കുകൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് NDA-ക്ക് ഒരു മുഖ്യമന്ത്രി പ്രതീക്ഷയില്ലാത്തൊരു ഭരണം പ്രതീക്ഷയില്ലാത്തൊരു സമയത്ത് ആൾക്കാർ NDA-ക്ക് വോട്ട് ചെയ്തില്ല. കോർപ്പറേഷനിൽ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ വോട്ട് ചെയ്തു. ആ ട്രെൻഡ് ഇവിടെ വരില്ല. ലോക്സഭയിലേക്കുള്ള ഇക്വേഷനും കോർപ്പറേഷനിലേക്കുള്ള ഇക്വേഷനും നിയമസഭയിലേക്കുള്ള ഇക്വേഷനും വ്യത്യാസമുണ്ട്. അങ്ങനെ ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് LDF-നായിരിക്കും കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡിൽ സീറ്റ് കിട്ടുക. അങ്ങനെ 78, 61, 1 എന്ന ഒരു കണക്കാണ് ഇപ്പോഴത്തെ നിലയിൽ പ്രതിഫലിച്ച് നിൽക്കുക പറയാൻ പറ്റുന്നത്. പക്ഷേ അടിയൊഴുക്കുകളിൽ ഈ സീറ്റ് 20 സീറ്റ് വരെയും UDF-ന് അനുകൂലമായിട്ട് വരും. ഇതിൽ UDF താഴോട്ട് പോകുന്ന പ്രശ്നം അത്രയേറെ അടിയൊഴുക്കുണ്ടാവണം. ആ അടിയൊഴുക്കിന്റെ ഒരു വേവും നമുക്ക് കാണാൻ പറ്റില്ല, ഒരു വൈബും എവിടെയും കാണാൻ പറ്റില്ല.